സീരിയലുകൾക്കെതിരായ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ വിമർശനം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. ഈ വിമർശനത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാന്റെ ചുമതല വഹിക്കുന്ന പ്രേംകുമാറിന് ഈ സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മയുടെ തുറന്ന കത്ത്. പ്രേംകുമാറിൻ്റെത് കയ്യടിക്ക് വേണ്ടിയുള്ള ആരോപണങ്ങളെന്നാണ് കത്തിൽ പറയുന്നത്. അന്നം മുടക്കുന്ന നടപടിക്കെതിരെ നിശബ്ദരായിരിക്കാൻ കഴിയില്ല. സീരിയലുകളുടെ ഉള്ളടക്കം തീരുമാനിക്കുന്നത് വിനോദ ചാനലുകളാണ്. സീരിയലുകളടക്കം അതിൻ്റെ ഉള്ളടക്കം നന്നാക്കാൻ ഇത്രയും നാൾ പ്രേംകുമാർ എന്ത് ചെയ്തുവെന്നും ആത്മ ചോദിക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി അജയ് സുധാബിജു ചേരുന്നു. അജയ്, വനിതാ കമ്മീഷൻ ടെലിവിഷൻ സീരിയലുകൾക്കെതിരെ, ഈ മെഗാ സീരിയലുകൾക്കെതിരെ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാനും ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തുറന്നു പറഞ്ഞത് ഇത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രേംകുമാറിനെ പോലെ ഒരു ചലച്ചിത്ര രംഗത്തുള്ള, സീരിയൽ രംഗത്തടക്കം പ്രവർത്തിച്ച ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട പരാമർശമായിരുന്നില്ല ഇത്. ഈ സീരിയലുകളുടെ ഉള്ളടക്കം സംബന്ധിച്ചുള്ളൊരു വിമർശനമായിരുന്നല്ലോ അദ്ദേഹം നടത്തിയത്. ഇപ്പോൾ ആത്മ, ഈ സീരിയൽ താരങ്ങളുടെ സംഘടനയായിട്ടുള്ള ആത്മ നൽകിയിരിക്കുന്ന പ്രേംകുമാറിന് അയച്ച കത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? ടോം, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് അദ്ദേഹം, പ്രേംകുമാർ, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കൂടിയായിട്ടുള്ള പ്രേംകുമാർ ഇത്തരമൊരു പരാമർശം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ പരാമർശത്തിൻ്റെ ഒരു പൂർണ്ണ രൂപം എന്ന് പറയുന്നത് പല ചാനലുകളിലും സംപ്രേഷണം ചെയ്യുന്ന മലയാളം സീരിയലുകൾ അവ വമിപ്പിക്കുന്നത് എൻഡോസൾഫാനേക്കാൾ മാരകമായ വിഷമാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല, അദ്ദേഹം വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞ അതേ പരാമർശത്തോട് യോജിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, സീരിയലുകൾക്കും സിനിമകളെ പോലെ തന്നെ കൃത്യമായ സെൻസറിങ് ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സിനിമകൾക്ക് സെൻസറിങ് ഉണ്ട്, എന്നാൽ സീരിയലുകൾക്ക്, എന്നും നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് എത്തുന്ന സീരിയലുകൾക്ക് കൃത്യമായിട്ടുള്ള സെൻസറിങ് ഇല്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. അതിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, സീരിയലുകൾ അതിന് സെൻസറിങ് ഏർപ്പെടുത്തുന്നതിന് പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. കാര്യം, സീരിയലുകൾ അതാത് ദിവസത്തെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്ത് അന്നന്ന് തന്നെ എയർ ചെയ്യുന്ന ഒരു രീതിയാണ് സീരിയലുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ സെൻസറിങ് പോലെയുള്ള കാര്യങ്ങൾക്ക് പ്രായോഗിക പ്രശ്നങ്ങളുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ തൻ്റെ പരാമർശത്തിലൂടെ മുഴുവൻ സീരിയൽ പ്രവർത്തകരെയും അടച്ചാക്ഷേപിക്കുകയല്ല, അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിന് താൻ വില കൊടുക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സീരിയൽ മേഖല അതിൻ്റെ ഒരു ഉന്നമനത്തിനായി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആവശ്യമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ സീരിയലുകൾ കാണുന്ന കണ്ടന്റുകൾ അത് കൊച്ചുകുട്ടികൾ വരെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. സീരിയലുകളിൽ കാണുന്ന കുടുംബ ബന്ധങ്ങളും മറ്റ് മനുഷ്യരുടെ ഇടപെടലുകളും അത് കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കാണുന്ന കുട്ടികൾ ഇതാണ് ജീവിതമെന്നും ഇതാണ് കുടുംബ പശ്ചാത്തലമെന്നും ഇങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറേണ്ടതെന്നും കണ്ടുപഠിക്കുമെന്നും ഇങ്ങനെ വളർന്നു വരുന്ന ഒരു തലമുറയെ പറ്റിയിട്ടുള്ള ആശങ്കയാണ് താൻ പങ്കുവെക്കുന്നതെന്നുമായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞത്. ഇതിലുള്ള ശക്തമായിട്ടുള്ള വിമർശനമാണ് നിലവിൽ ആത്മ അവരുടെ തുറന്ന കത്തിലൂടെ ഉന്നയിക്കുന്നത്. ആത്മയുടെ പ്രസിഡന്റായിട്ടുള്ള, മന്ത്രിയായിട്ടുള്ള KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദിനേശ് പണിക്കറാണ് ഇപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ടുള്ള പ്രേംകുമാറിന് ഇത്തരത്തിലൊരു തുറന്ന കത്ത് എഴുതിയിട്ടുള്ളത്. ഈ തുറന്ന കത്തിൽ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായിട്ടുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. അതായത് സീരിയൽ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പോൾ വെറും മാധ്യമങ്ങളുടെ അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള ഈ നിലവാരം കുറഞ്ഞ പരാമർശമെന്നാണ് ഈ കത്തിൽ വിമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തുടരുന്നു. കഴിഞ്ഞ 4 വർഷത്തിൽ ഒരിക്കൽ പോലും ഈ സീരിയൽ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സീരിയൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ പ്രത്യേക യോഗങ്ങളോ മറ്റൊന്നും തന്നെ പ്രേംകുമാർ വിളിച്ചു ചേർത്തതായി അറിവില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു പരാമർശം മാധ്യമങ്ങൾ വഴി നടത്തുന്നതെന്ന് ഈ കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രേംകുമാറിനെ മാത്രം ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കേണ്ടതുണ്ടോ അജയ്? വനിതാ കമ്മീഷനാണല്ലോ ഈ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. അതായത് മെഗാ സീരിയലുകൾ നിരോധിക്കണം എന്ന ഒരു റിപ്പോർട്ട് തന്നെ 2017-2018 കാലയളവിൽ വനിതാ കമ്മീഷൻ സർക്കാരിന് മുൻപാകെ സമർപ്പിച്ചതാണ്. മാത്രമല്ല, ഇപ്പോഴത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഇക്കാര്യത്തിൽ നിലപാടും വ്യക്തമാക്കിയിരുന്നു. ഈ സീരിയലുകൾക്ക് സെൻസറിങ് ഏർപ്പെടുത്തണമെന്ന്. ഈ വിഷയത്തിലാണല്ലോ പ്രേംകുമാറും നിലപാട് സ്വീകരിച്ചത്. അതായത്
ഒരു ഉത്തരവാദിത്തപ്പെട്ട, പ്രത്യേകിച്ച് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായതാണോ ഈ ആത്മയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്? അത് മാത്രമല്ല, പ്രേംകുമാർ എന്ന് പറയുന്നത് ആത്മയിലെ ഒരു മുതിർന്ന അംഗം കൂടിയാണ്. അത് മാത്രമല്ല, അദ്ദേഹം സീരിയലുകൾ തൻ്റെ ഉപജീവന മാർഗമായി സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഈ കത്തിൽ ഏറ്റവും അവസാന ഭാഗത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനു മുൻപും പ്രേംകുമാറിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ സീരിയലുകൾക്കെതിരെയുള്ള പരാമർശം ഉണ്ടായിരുന്നു. അന്ന് ആത്മ പ്രസിഡന്റായിട്ടുള്ള KV ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പരസ്യമായി പ്രേംകുമാർ ഖേദപ്രകടനം നടത്തിയിട്ടുള്ളതുമാണെന്ന് ഈ കത്തിന്റെ അവസാനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ അതായത് ഈ സീരിയലുകൾക്കെതിരെ ഒരു സീരിയൽ താരം കൂടിയായിരുന്ന നടൻ ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ച ആ ഒരു വിഷയം, അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ആത്മയിലെ അംഗങ്ങളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപങ്ങൾ, ഇത്തരം ആരോപണങ്ങൾ, ഇതിന്റെ വാല് പിടിച്ച് മുന്നോട്ട് വരേണ്ട ആവശ്യം അഭിനേതാക്കൾക്കില്ല. എന്നാൽ അവരുടെ അന്നം മുടക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അത് കണ്ടാൽ നിശബ്ദരായി നോക്കിയിരിക്കാനാകില്ല എന്നും ഈ കത്തിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഇത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ഈ സീരിയലുകൾ, അവയുടെ കണ്ടന്റുകൾ, അവയിൽ ആരൊക്കെ അഭിനയിക്കണം, അവയുടെ കഥാഗതി, ഇതെല്ലാം തീരുമാനിക്കുന്നത് സ്വകാര്യ ചാനലുകളാണ്. അപ്പോൾ താങ്കളുടെ ഈ ഒരു വിമർശനം അത് ഉന്നം വയ്ക്കുന്നത് മലയാളത്തിലെ സ്വകാര്യ ചാനലുകളെ കൂടിയാണ്. അതും ഇതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, മലയാളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന 90% സീരിയലുകളും മറ്റ് ഭാഷകളിലുള്ള സീരിയലുകളുടെ മൊഴിമാറ്റം നടത്തി അത് റീമേക്ക് ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നതാണ്. അപ്പോൾ താങ്കൾ ഉന്നയിച്ചിരിക്കുന്ന ഈ എൻഡോസൾഫാനിസം അത് ഇന്ത്യ മുഴുവൻ ബാധകമാണ്. എന്നാൽ ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൊന്നും തന്നെ ഇത്തരമൊരു വിമർശനം ഉന്നയിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, താങ്കൾ ഉദ്ദേശിക്കുന്ന ഈ കാര്യം, ഇത്തരത്തിൽ പൊതുവായിട്ട് സീരിയലുകൾ ഇപ്പോൾ പുറപ്പെടുവിക്കുന്നത് എൻഡോസൾഫാനിസം ആണെന്ന് പറയുമ്പോൾ അത് കൃത്യമായിട്ട് ഏത് സീരിയലാണ്, ഏത് ചാനൽ വഴിയാണ് അത് സംപ്രേഷണം ചെയ്യുന്നത് എന്ന് കൂടി പറയാൻ താങ്കൾ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, താങ്കൾ ഉദ്ദേശിച്ച പരാമർശത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ അജയ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മെഗാ സീരിയലുകൾക്കെതിരായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ വിവാദ പരാമർശത്തിനെതിരെയാണ് സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മവിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രേംകുമാറിന് എഴുതിയ തുറന്ന കത്തിലാണ് ആത്മയുടെ വിമർശനം.